എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് 4 കളർ പ്രിന്ററായ എപ്സൺ L6460 എന്ന പ്രിന്റർ എങ്ങനെ സ്കാനിങ് ചെയ്യാം അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ മോഡൽ പ്രിന്റർ രണ്ട് രീതിയിലൂടെ നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഒന്ന് സാധാ സ്കാനർ ഗ്ലാസ് ആയിട്ടും വരുന്നുണ്ട്, പിന്നെ ഒന്ന് ADF മൊഡ്യൂളായിട്ടും വരുന്നുണ്ട്. സാധാ സ്കാനർ ഗ്ലാസ് നിങ്ങൾക്കറിയാം, ഈ കാണുന്നതാണ് സ്കാനർ ഗ്ലാസ്. ഇവിടെ നമുക്ക് 0 ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തതായിട്ട് കാണാൻ കഴിയും. റൈറ്റ് സൈഡിൽ ആരോ മാർക്ക് ഉണ്ടല്ലേ, അവിടെയാണ് കറക്റ്റായിട്ട് വെക്കേണ്ടത്. ആ ഒരു സൈഡിന് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. പിന്നെ ഒന്ന് വരുന്നത് ADF യൂണിറ്റ്. ഈ മുകളിൽ കാണുന്ന ഈ ട്രേ കണ്ടില്ലേ, ഇതിലൂടെ നിങ്ങൾക്ക് സ്കാനിങ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും. അതിനാദ്യം വേണ്ടത് നമ്മൾ ഈ ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള മാറ്റർ മുകളിൽ വരുന്ന രീതിയിൽ വെക്കണം. ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൂടെ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡോക്യുമെൻ്റ് എങ്കിൽ ഇത് കറക്റ്റായിട്ട് ഡാറ്റ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ്, സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഈ മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ ട്രാൻഡ് ലിവർ ലൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക കറക്റ്റായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റാപ്ലർ പിന്ന് അതേപോലെ വൈറ്റ്നർ ഉണങ്ങാതിരിക്കുക, അങ്ങനത്തെ സിറ്റുവേഷനൊന്നും ഉണ്ടാവരുത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് പ്രിൻ്ററിൽ ഒരു ബസർ സൗണ്ട് കേൾക്കും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ മൊഡ്യൂൾ ഈ കോപ്പി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ADF എന്നുള്ളൊരു സെൻസർ ഉണ്ടല്ലേ എനേബിൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാനിംഗ് ബസർ സൗണ്ട് കേൾക്കാണ്, അതിൻ്റെ അർത്ഥം ആ ADF എനേബിൾ ആയിട്ടുണ്ടെന്നാണ്. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൂളാണ് ഇത് ചെയ്യാം. ഓക്കെ, അത് അപ്പോൾ ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാനും കഴിയും. ഷോർട്ട് കട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നോർമൽ ഹോം പേജ് ഉണ്ടാവുക ആപ്ലിക്കേഷൻ്റെ. ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള സെറ്റിങ്സ് ആണ്. അവിടെ പ്രിൻ്ററിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതാണ് ഡോക്യുമെൻറ്റ് സോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഡിറ്റക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി എവിടെയാണോ ഉള്ളത് അത് ഡിറ്റക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ സ്കാനർ ഗ്ലാസ് ADF മൊഡ്യൂൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ഡോക്യുമെൻറ്റ് സൈസ്, ഏത് സൈസിലാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. നോർമലി എല്ലാവരും A4 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇമേജ് ടൈപ്പ്, ഏത് ടൈപ്പ്, അതായത് ഓട്ടോ ഉണ്ട്, കളറുണ്ട്, ഗ്രേ സ്കെയിൽ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. നോർമൽ എല്ലാവരും ഓട്ടോ അല്ലെങ്കിൽ കളറാണ് ഉപയോഗിക്കൽ. ഗ്രേ സ്കെയിൽ ആകുമ്പോൾ ഗ്രേ സ്കെയിൽ മോഡലാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്ന സമയത്ത് നല്ല ഡാർക്കിലായിരിക്കും സേവ് ആവുക. പിന്നെ അടുത്തത് റെസൊല്യൂഷൻ, എത്ര സൈസ് റെസൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. റെസൊല്യൂഷൻ കൂടുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കൂടും. കോൺട്രാസ്റ്റാണ് കൂടുതലും. നമ്മൾ വെച്ച മാറ്റർ ഒരിക്കലും ക്വാളിറ്റി ഉണ്ടാവില്ല. നോർമൽ എല്ലാവരും 200 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ആഡ് ഓർ എഡിറ്റ് പേജ് ആഫ്റ്റർ സ്കാനിങ്. അതായത് നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഫയലിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്ത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ടൂളാണിത്. അത് ടിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജ് സ്കാൻ ചെയ്യാൻ ചോദിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ആവശ്യമില്ലെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കണം. പിന്നെ താഴെ ഇമേജ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റ് ഇമേജാണ് വേണ്ടത് എന്നാണ്. PDF ഉണ്ട്, JPEG ഉണ്ട്, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. പിന്നെ ഫയൽ നെയിം, എന്ത് പേരാണ് നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിന് കൊടുക്കേണ്ടത് എന്നാണ്. അത് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. ASD എന്താ നിങ്ങൾ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ASD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ OK എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോർമാറ്റിലായിരിക്കും പിന്നെ ഫയൽ സേവ് ചെയ്യുക. പിന്നെ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കണ്ടില്ലേ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സ്ക്രീൻ റെക്കോർഡിൽ വന്നിട്ടില്ല സെലക്ട് എന്നുള്ളത്. സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഫയലിൻ്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാൻ കഴിയും. അതിലെവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ അവിടെ മേക്ക് ന്യൂ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫോൾഡറിൻ്റെ അകത്ത് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാണ്. എന്നിട്ട് OK എന്നുള്ള കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലായിരിക്കും സേവ് ആവുക. പിന്നെ പ്രിവ്യൂ സ്കാനർ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ പറഞ്ഞാൽ നമുക്ക് വെച്ച മാറ്റർ കാണാൻ സാധിക്കും. സ്കാനിങ് പറഞ്ഞാൽ സേവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് ശ്രദ്ധിക്കുക, സേവ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സ്കാൻ എന്നുള്ളത് തന്നെ കൊടുക്കണം. പ്രിവ്യൂ കൊടുത്താൽ ഒരിക്കലും സേവ് ആവില്ല. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പ്രിവ്യൂ ഫയലാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. മൗസ് പോയിൻ്റർ ആയിട്ട് വരുന്ന സമയത്ത് പ്ലസ് എന്നുള്ളൊരു ചിഹ്നമായിട്ടുണ്ടാവും. കണ്ടില്ലേ, മൗസിൻ്റെ കൈസർ അങ്ങനെ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാഗം മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. ഇനി സെലക്ഷൻ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോവും. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്യാനാണെങ്കിൽ ഒന്നും നോക്കണ്ട, താഴെ നിങ്ങൾ കാണുന്ന സ്കാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ് നടക്കുന്നതാണ്.
പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സ്കാനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ പ്രിവ്യൂ അവിടെ ഉണ്ടാവും. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കാനിങ് കംപ്ലീറ്റ് ആയി. നമ്മൾ സേവ് ചെയ്യാൻ ലൊക്കേഷൻ കൊടുത്ത ഡെസ്ക്ടോപ്പ് എന്നുള്ള അവിടെ ഫോൾഡർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇതാ ഫയൽ കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ പേജേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണത്. നേരത്തെ പറഞ്ഞ പോലെ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഇത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഇല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ആ പ്രിവ്യൂ അവിടെ തന്നെ കാണിക്കുന്നതാണ്. ഓക്കെ, ഈ ആഡർ ഇത് ചെയ്തിട്ടുള്ള സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ടിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ 1 ടൈം സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. മുമ്പ് സ്കാൻ ചെയ്ത പോലെയല്ല. ഇപ്പോൾ ഒരു സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഓപ്ഷൻ ചോദിക്കുന്നതാണ്. യെസ്, ഇങ്ങനെ ടിക്ക് ചെയ്ത് കാരണം ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ചോദിക്കുക. സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആഡ് എന്നുള്ള കണ്ടില്ലേ, നിങ്ങൾക്ക് സേവ് എന്ന് കൊടുക്കണമെങ്കിൽ സേവ് എടുക്കാം. ഈ ആഡ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആഡ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഡോക്യുമെൻറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഈ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സ്കാൻ ആവും. ആ സ്കാനിങ് ആകുമ്പോൾ സമയത്ത് സെക്കൻഡ് പേജ് ആയിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിൽ വരിക. ആ സ്കാനിങ് കഴിഞ്ഞ ശേഷം പിന്നെയും ചോദിക്കും. അവിടെ നമ്മൾ പിന്നെ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമതൊരു പേജ്, ആ ഫയലിൻ്റെ ഉള്ളിൽ മൂന്നാമതൊരു പേജായിട്ടായിരിക്കും ഇത് സേവ് ആവുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1, 2 ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3, 4 അങ്ങനെ 1 by 1 ആയിട്ട് പേജുകൾ സേവ് ആയിട്ടുണ്ടാവും. മറ്റേ ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ തവണ സ്കാൻ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ഫയലായിട്ടായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ സേവ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ആ ഫയൽ ഓപ്പണായി വരും. കണ്ടില്ലേ, ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ കണ്ടില്ലേ 1 by 2 2 പേജസ് ഉണ്ട്. ഫസ്റ്റ് പേജാണ് ഈ കാണുന്നത്. മറ്റേതിന് മുമ്പത്തെ പ്രിവ്യൂവിൽ നമ്മൾ എന്താ കണ്ടത്, ജസ്റ്റ് 1 by 1 തന്നെ കണ്ടിട്ടുള്ളൂ, ഒറ്റ പേജേ ഉള്ളൂ. ഇത് 2 പേജ് ഉണ്ട്, കണ്ടില്ലേ, സെക്കൻഡ് പേജാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.